ഹലോ വെൽക്കം ബാക്ക് ടു സിലാഷ. അപ്പോൾ ഞാൻ വിചാരിച്ചേ എൻ്റെ ഒരു ആഫ്റ്റർനൂൺ ഇന്നെ ഡേ ചെയ്യാമെന്ന്. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു ഭയങ്കര സാറ്റിസ്ഫൈങ് വീഡിയോസ് പോലെ തോന്നും. അപ്പോൾ ഞാനും ചെയ്ത് കഴിഞ്ഞാൽ എന്താകും എന്ന് എനിക്കറിയില്ല. ചെയ്യാമെന്ന് എന്തായാലും ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഓരോർക്കത്തിനൊക്കെ ശേഷമായിട്ട് രാത്രിയിലേക്കുള്ള ഫുഡ് വയ്ക്കാൻ പോവാണ്. ഇന്ന് കഞ്ഞിയും ചെറുപയറും ചമ്മന്തിയും വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്. ഞാൻ ശരിക്കും തള്ളുന്നതല്ല കേട്ടോ. കാരണം ആൾക്ക് നോൺ വെജ് വലിയ താല്പര്യമില്ല. കഞ്ഞിയും പയറും കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അരി കഴുകി വെള്ളത്തിലിട്ട് അത് കുക്കറിൽ ഞാൻ വേവിക്കാൻ വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ചുവന്നുള്ളി വെളുത്തുള്ളിയും നന്നാക്കാണ്. നമുക്ക് ചമ്മന്തിക്കും വേണം, അതുപോലെ തന്നെ ചെറുപയറിനും വേണം. നമുക്ക് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്, നല്ല പുളിയൻ മാങ്ങ കേട്ടോ. ഒരു മുറി തേങ്ങ പപ്പ എനിക്ക് ചിരണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ സൈഡിലിരിക്കുന്നത്. പിന്നെ അത് കാന്താരി മുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ആ കുറച്ചും കൂടി എടുത്തു. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് എരിവ് കാന്താരിമുളക് അത്ര ഇട്ടത് കൊണ്ട് എരിവാവില്ല. അപ്പം നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സാധനം കൂടി ഇടുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ മിക്സിയിലേക്ക് ഇട്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ പുളി വെച്ച മാങ്ങ, അത്യാവശ്യത്തിന് നല്ല പുളിയൻ മാങ്ങയായിരുന്നു. അത്യാവശ്യം നല്ല കുറച്ച് എമൗണ്ട് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മാങ്ങ തന്നെ ധാരാളമായിരുന്നു. നല്ല അത്യാവശ്യത്തിന് പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാന്താരി മുളക് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, വീട്ടിൽ അമ്മിച്ചി ഇതാ ഈ കാന്താരി മുളക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഇട്ടു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കാന്താരി മുളക് വീട്ടിലില്ലെങ്കിൽ ഉപ്പിലിട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഉപ്പിടണം. അതിനുശേഷം ചുവന്നുള്ളി ഒരു 5-6 ചുവന്നുള്ളി ഇട്ടിട്ട് നമ്മളതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെറുപയർ വെക്കണം. എനിക്ക് കുതിർക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ഒരു 15 മിനിറ്റ് കുതിർത്ത് കാണും. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് അത് വേവിക്കാൻ പോവാണ്. അതിൻ്റേതായ ഒരു ടേസ്റ്റ് കുറവ് അതിനുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 വിസിൽ അടിച്ചിട്ടുണ്ടാകും. ഒരു വിസിലും കൂടി അടിച്ചാൽ കുറച്ചും കൂടെ കറക്റ്റ് വേവായിരുന്നു. പക്ഷേ ഒരു ചെറുപയറിൻ്റെ ഒരു പച്ച ചൊവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കുതിർത്തിട്ട് നിങ്ങൾ ചെയ്യുക. എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. അപ്പോൾ അത് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തു കണ്ടോ. ഈ ഒരു രൂപത്തിലായിരുന്നു ചെറുപയർ. ഒത്തിരി പേർക്ക് കുറേ വേവുന്നത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഈ ഒരു കറക്റ്റ് പാകം ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് ചെറുപയറിനുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി കാച്ചാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ്, അതായത് മുളക് ചതച്ചതാണ് ഇട്ടേക്കുന്നത്. ഞാൻ ചില സമയത്ത് മുളക് ചതച്ചതില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമായിട്ടിടും. ചില സമയത്ത് ഷോഷൂന് കൊടുക്കാനാണെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ഇടും. അതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ ചെറുപയറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വറ്റാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല കേട്ടോ, വെള്ളം വറ്റാൻ. അവസാനം നമ്മൾ തേങ്ങ ചിരണ്ടിയത് കുറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയറും റെഡിയായി. അപ്പോൾ നമ്മുടെ കറികളും കഞ്ഞിയൊക്കെ റെഡി ആയതിനു ശേഷം ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടോ. ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞൊരു സിനിമയാണ് കണ്ടത്. നല്ല കിടിലം മൂവിയായിരുന്നു കേട്ടോ. എനിക്ക് തിയേറ്ററിൽ പോകുമ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു സ്വെറ്ററാണ് ഞാൻ ഇട്ടത്. എൻ്റെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് താഴുകയും ചെയ്യും. അതുപോലെ തന്നെ അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അനുസരിച്ച് താഴുകയും ചെയ്യും കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു. അത് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ആദ്യം തന്നെ ഒരു ടോണർ അടിച്ചിട്ട് ഈ ഒരു സിറം അപ്ലൈ ചെയ്തു. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക്കൊന്നും ഇട്ടില്ല. കാരണം ഇതെൻ്റെ ഫേവറേറ്റ് ബോഡി മിസ്റ്റ് ആട്ടോ. ലിപ്സ്റ്റിക്കൊന്നും ഇട്ടില്ല, കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് പോപ്കോണൊക്കെ തിന്നാനുള്ളതല്ലേ. അത് കെട്ടിയോ പറയാട്ടോ, നീ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലാലോ, മേക്കപ്പ് ചെയ്തില്ല എന്നൊക്കെ. എന്തായാലും അടിപൊളി മൂവിയായിരുന്നു കേട്ടോ. ഫൺ എലമെൻറ്റ് ഉണ്ട്, ഇമോഷൻ എലിമെൻ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഫിലിം പോയി കാണാം. നമ്മുടെ കഞ്ഞി റെഡി. ഞാൻ അച്ചാറെടുത്തില്ല കേട്ടോ. എനിക്ക് അറ്റ് എ ടൈം ഒരു പുളിയൻ സാധനം മതി, അതിന് ചമ്മന്തി ഉണ്ടല്ലോ. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് കണ്ടിട്ടാട്ടോ കഞ്ഞി കുടിച്ചത്. ഞാനൊരു ബിഗ് ബോസ് ഫാനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്.